Good afternoon. Good afternoon, ma'am. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം ഓക്കെ അനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ദിവസം നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ഏതാണത്? മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ ജിസ്മി, കേറൂട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ കേറുക ക്ലാസ്സില്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഏതാണത്? മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡിനെ പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ഹെൽത്ത് റെക്കോർഡ് അഥവാ ഹെൽത്ത് ചാർട്ട് എന്നുള്ളത് പറയും അല്ലെ? അതൊരു ലീഗൽ റെക്കോർഡാണ് അല്ലെ? ലീഗൽ റെക്കോർഡാണ്. അതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്? A set of rules and regulations ആണ് കേട്ടോ, ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. അതിനെയാണ് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മള് സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ ഒരു ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡില് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു രോഗിയുടെ മെഡിക്കൽ റെക്കോർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അതിനെ പറ്റി നമ്മൾ കണ്ടു അല്ലെ? പിന്നെന്തായിരുന്നു? മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് അല്ലെ? ഈ ഒരു പേജാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലെ? ഓർമ്മയുണ്ടോ? മെഡിക്കൽ റെക്കോർഡ് പോളിസിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ കണ്ടത് രജിസ്ട്രേഷൻ സിസ്റ്റം ആയിരുന്നു അല്ലെ? ഓർമ്മയുണ്ടല്ലോ? രജിസ്ട്രേഷൻ സംവിധാനം. അതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനുമായിട്ട് 24 hour സേവനം കൊടുക്കുന്ന ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം അല്ലെ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. പിന്നെ മാത്രമല്ല, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ ഓക്കെ കറക്റ്റ് ആണ്, അന്വേഷണ കറക്റ്റ് ആണ്. പിന്നെ നമ്മള് നമ്പറിംഗ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു അല്ലെ? ഒരു കാര്യം വിട്ടുപോയി. ഓരോ പേഷ്യന്റിനും എന്താ സിംഗിൾ ആയിട്ട് യൂണിറ്റ് റെക്കോർഡ് ഉണ്ടായിരിക്കും, ഒരു സിംഗിൾ പെർമനന്റ് നമ്പർ ഉണ്ടായിരിക്കും. ആ ഒരു നമ്പർ ആയിരിക്കും പിന്നീട് അവരുടെ പരിചയപ്പെടുത്തുക നമ്മൾ ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി കേസുകൾക്കായിട്ട് 24 hour സേവനം കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കണ്ടത് നമ്പറിംഗ് സിസ്റ്റം ആണ് അല്ലെ? നമ്പറിംഗ് സിസ്റ്റത്തിനായിട്ട് കറക്റ്റ് ആണ് പേഷ്യന്റ് മാസ്റ്റർ കേസ്. നമ്പറിംഗ് സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ് നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്? 6 ഡിജിറ്റ് നമ്പർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അറിയാലോ. പിന്നെ നമ്മൾ കണ്ടത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ്. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് PMI, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കിട്ടുന്നതാണ് അല്ലെ? നമുക്കൊരു ID കാർഡും അപ്പോയിന്റ്മെന്റ് കാർഡുകളൊക്കെ ലഭിക്കും അല്ലെ? പിന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തെ പറ്റി ആണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒരുവിധപ്പെട്ട എല്ലാ റെഫറൽ മൾട്ടി സ്പെഷ്യാലിറ്റി അപ്പോയിന്റ്മെന്റ് എല്ലാ റെഫറൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗപ്പെടുത്തിയിരിക്കണം കേട്ടോ. 2 കേസുകൾ മാത്രമാണ് നമ്മൾ എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞത്. ഏതൊക്കെയാണ് 2 കേസുകള്? ലേബർ ആൻഡ് എമർജൻസി കേസ് അല്ലെ? അതായത് ഇപ്പൊ പ്രസവ സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി ഒരാളെ കൊണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് സംവിധാനം നോക്കിയിരിക്കാനായിട്ട് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സാധിക്കില്ല. ആ 2 കേസുകൾ ഒഴികെ, ലേബർ ആൻഡ് എമർജൻസി കേസുകൾ ഒഴികെ ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും പേഷ്യൻസ് എന്ത് ഫോളോ ചെയ്തിരിക്കണം? അപ്പോയിന്റ്മെന്റ് ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാൻ മാത്രമല്ല, നമ്മൾ പഠിക്കാൻ എന്നുള്ളതല്ല, മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ പോകുന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആളുകളാണ്, നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ഇതുവരെയാണ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആണോ നിങ്ങൾക്ക്?
വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിരുന്നു ഇത്രയും ഭാഗങ്ങള്. ഓക്കെ ആണോ? മനസ്സിലായാലും എല്ലാവർക്കും. അപ്പൊ ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്തതാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. ഇനി അന്വേഷണ റിപ്പോർട്ടുകൾ, ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു കാര്യം ആദ്യമേ പറയാണ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് രണ്ട് തരത്തിൽ, അതായത് ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ആ ഒരു ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ അഥവാ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഇൻ പേഷ്യന്റിനും ഔട്ട് പേഷ്യന്റിനും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് ഫയൽ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ്. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടിനെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ്, ആദ്യം പറയുന്നത് ഔട്ട് പേഷ്യൻസിന്റെ കാര്യമാണ് കേട്ടോ. ഔട്ട് പേഷ്യൻസ് ഷുഡ് ബി ആക്സെപ്റ്റഡ് and scaled by the medical record department. Underline ചെയ്ത് വെക്കുക. ഔട്ട് പേഷ്യൻസ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Accepted and scaled by the medical record department in the specific patient records. ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് പറയുന്നത്? ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ എവിടെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന ഔട്ട് പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതും സ്കെയിൽ ചെയ്ത് വെക്കുക. സ്കെയിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫയലിംഗ് ആൻഡ് ഓർഗനൈസിംഗ് കേട്ടോ. അതായത് നമ്മൾ ഈ വാങ്ങുന്ന റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനാണ് സ്കെയിൽഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഔട്ട് പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സ്വീകരിച്ച് ഫയൽ ചെയ്ത് വെക്കുന്നത്. എങ്ങനെയാണ് അവർ ഫയൽ ചെയ്ത് വെക്കുന്നത്? ഇൻ ദ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് കേട്ടോ. പ്രത്യേകമായിട്ടൊരു സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അതിനകത്താണ് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ സ്കെയിൽ ചെയ്ത്, ദാറ്റ് മീൻസ് ഫയൽ ചെയ്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഔട്ട് പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എവിടെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? എവിടെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആരാണ് എന്ത് പേരിലാണെങ്കിൽ എന്തായിട്ടാണ് അവിടെ നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്. അത് ഔട്ട് പേഷ്യന്റിന്റെ കാര്യം. ഇനി നോക്കിക്ക് രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ. ഇൻ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ഓൺ ദ വാർഡ്. അല്ലെ, വാർഡിലാണ് അല്ലെ, ബൈ വാർഡ് ക്ലർക്ക് ഓഫ് നഴ്സ്. ഇനി ഇൻ പേഷ്യൻസിന്, ഇൻ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവരുടെ ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ എവിടെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? വാർഡിലാണ്. എവിടെയാണ്? വാർഡിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആരാണ് ആ വാർഡിന്റെ ഇൻചാർജുള്ള? വാർഡ് ക്ലർക്കോ അഥവാ നഴ്സോ ആയിരിക്കും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, ഇൻ പേഷ്യൻസിന് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ആക്സെപ്റ്റ് ചെയ്ത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ അത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. അതിന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇൻ പേഷ്യന്റിന്റെ എവിടെയാണ്, ഔട്ട് പേഷ്യന്റിന്റെ എവിടെയാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ചിലപ്പോൾ മാറിപ്പോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായി പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ, ഹെൽത്ത് സെന്റർ. ഓക്കെ, ഹെൽത്ത് center. The health center or clinic normally directs patients to the hospital. ഇതെന്നൊക്കെ പറഞ്ഞാലേ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇന്ന് കടപ്പടം പഠിക്കാൻ മാത്രമൊന്നുമില്ല, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഹെൽത്ത് സെന്റർ. The health center or clinic normally directs the patients to the hospital with a referral letter. സാധാരണയായിട്ട് നമ്മളൊരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്, ഹെൽത്ത് സെന്റർ ക്ലിനിക് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രൈമറി കെയർ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രാഥമികമായിട്ടുള്ള പരിചരണങ്ങൾ മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ കുറേയും കൂടെ പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവര് നല്ല ഹോസ്പിറ്റലിൽ എവിടെയുണ്ട് നമ്മൾ റെഫർ ചെയ്യും അല്ലെ, അങ്ങനെയല്ലേ ചെയ്യാം. അപ്പൊ സാധാരണയായിട്ട് ഒരു ഹെൽത്ത് സെന്റർ അഥവാ ക്ലിനിക്കിൽ നിന്നും നമ്മൾ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തത് എന്ത് സഹായത്തോടു കൂടിയാണ്? റെഫറൽ ലെറ്റർ അല്ലെ, കൃത്യമായിട്ടൊരു റെഫറൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഹെൽത്ത് സെന്ററിൽ നിന്ന് പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് ഡയറക്ട് ചെയ്ത് വിടുന്നത്, ഹോസ്പിറ്റലിലോട്ട് ഡയറക്ട് ചെയ്ത് വിടുന്നത് ആണല്ലോ. ഓക്കെ, ഇനി the hospital and health center must develop
A clear referral and appointment system for both the new and established patient. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ ആയിക്കോട്ടെ അതിലെന്താണ് ഈ പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പുതിയ പേഷ്യൻസിനും അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിനുമായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഇത്രയുള്ളൂ മനസ്സിലാക്കാനായിട്ട്. ഒരു ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ ഒരു ക്ലിനിക് എന്ന് പറയുമ്പോൾ പ്രൈമറി പ്രാഥമിക പരിശോധനകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അവിടേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിട്ടത് റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പൊ ഹോസ്പിറ്റലിലായാലും ക്ലിനിക്കിലായിട്ടുള്ള അതായത് ഈ പറയുന്ന ഹെൽത്ത് സെന്ററിലായിട്ടും കൃത്യമായിട്ടുള്ള ഒരു റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. അത് പുതിയ പേഷ്യൻസിനായിക്കോട്ടെ അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിനായിക്കോട്ടെ കൃത്യമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനം അവർ ഉപയോഗിക്കണം. റെഫറൽ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. ഇനി ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യുമ്പോൾ റെഫറിങ്ങുമായിട്ട് അവരെ റെഫർ ചെയ്ത് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയറുകളാണ് അവിടെ പറയുന്നത്. അപ്പൊ തന്നെ നമ്മൾ റെഫറൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡയറക്റ്റ് ചെയ്ത് വിടാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചൊരു പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. റെഫറൽ ഓഫ് എ പേഷ്യന്റ് നോക്കിക്കേ. 3 copies should be received by the hospital. The first 2 copies should be presented to the hospital. അത് വായിക്കുന്നതിനേക്കാളും മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പറഞ്ഞു തന്നിട്ട് നമുക്കത് വായിക്കാം. അപ്പൊ പെട്ടെന്ന് ക്ലിയർ ആവും കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ക്ലിനിക്കിൽ നിന്ന് നമ്മൾ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുമ്പോൾ നമ്മൾ 3 കോപ്പി അതായത് ഈ പറയുന്ന റെഫറൽ ഡോക്യുമെന്റിന്റെ 3 കോപ്പികളാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. എത്ര കോപ്പിയാണ്? 3 കോപ്പി. അതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു ഹെൽത്ത് സെന്ററിൽ നിന്ന് അഥവാ ക്ലിനിക്കിൽ നിന്നോ ഒരു പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുമ്പോൾ റെഫറൽ ലെറ്ററിന്റെ അഥവാ റെഫറൽ ഡോക്യുമെന്റിന്റെ 3 കോപ്പീസ് ആണ് നമ്മളവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിനകത്ത് ആദ്യത്തെ 2 കോപ്പി ഉണ്ടല്ലോ, കോപ്പി 1 ആൻഡ് കോപ്പി 2. ആ ഫസ്റ്റ് 2 കോപ്പികളും എന്ത് ചെയ്യും? പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യും. അതായത് ക്ലിനിക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്യാണ്, ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാണ്. അപ്പൊ റെഫറൽ ലെറ്റർ വേണ്ടേ? അതിന്റെ 3 കോപ്പികളാണ് ജനറേറ്റ് ചെയ്തത്. അതിൽ ആദ്യത്തെ 2 കോപ്പികൾ ഉണ്ടല്ലോ, 1, 2 കോപ്പികൾ അത് എന്ത് ചെയ്യും? പേഷ്യന്റ് അവർ പോകുന്ന ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യും. അതാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ 2 കോപ്പികൾ പേഷ്യന്റ് എവിടെ പ്രസന്റ് ചെയ്യും? ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യും. പിന്നെ ഒരു കോപ്പി ഉണ്ടല്ലോ, 3rd കോപ്പി ഉണ്ടല്ലോ. 3rd കോപ്പി എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? അത് ഈ പറയുന്ന ക്ലിനിക്കിലാണ് കീപ്പ് ചെയ്യുന്നത് ഫോർ ദയർ റെക്കോർഡ്സ് കേട്ടോ. അത് ഈ പറയുന്നത് ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഇത് നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്തെ കാര്യമാണ് അവിടെ സൂചിപ്പിച്ചത്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കാൻ നമുക്ക്. 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the 3rd copy should be retained by the referring health center or clinic. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞ കാര്യം? 3 കോപ്പി ജനറേറ്റ് ചെയ്യും. അതിൽ ആദ്യത്തെ 2 കോപ്പികൾ പേഷ്യന്റ് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പ്രസന്റ് ചെയ്യും. 3ാമത്തെ ഒരു കോപ്പി ഉണ്ടല്ലോ, അത് ക്ലിനിക്കിലാണ് എന്ത് ചെയ്യുന്നത്? കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന് ശേഷം അങ്ങനെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർ എടുക്കുന്നു. ഇനി പോസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. ആ ട്രീറ്റ്മെന്റിന് ശേഷം എന്താണ്? The first copy should be passed on the health center or hospital as a feedback information. അപ്പോ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്ന അറിയുമോ? അവരുടെ തന്നെ 2 കോപ്പി ഉണ്ട് അല്ലെ. അതിനകത്ത് ഒരു കോപ്പി അവരെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ക്ലിനിക്കിലോട്ട് സെൻഡ് ബാക്ക് ടു ദ ക്ലിനിക്. അതായത് ക്ലിനിക്കിലോട്ട് തിരിച്ചയക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എസ് എ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ അല്ലെ, ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ആ 2 കോപ്പികളിൽ ഒരു കോപ്പി ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? തിരിച്ച് ക്ലിനിക്കിലോട്ട് അയച്ചു കൊടുക്കും. എസ് എ ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അത് അവരുടെ റെക്കോർഡിനകത്ത് സൂക്ഷിക്കും. ബാക്കിയോ സെക്കൻഡ് കോപ്പി ഷുഡ് ബി റിട്ടേൺഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ ആ ഒരു കോപ്പി ഉണ്ടല്ലോ, 2ാമത്തെ കോപ്പി അത് ഹോസ്പിറ്റലിൽ തന്നെ റിട്ടേൺ ചെയ്യും, ഹോസ്പിറ്റലിൽ തന്നെ വെക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയുള്ള നേരത്തെ മനസ്സിലാക്കാനുള്ള കാര്യം കേട്ടോ. റെഫറൽ ഓഫ് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രൊസീജിയർ ആണ്. 3 കോപ്പി റെഫറൽ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ 2 കോപ്പികൾ പേഷ്യന്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്, ഹോസ്പിറ്റലിലോട്ട് കൊടുക്കുകയാണ്. 3ാമതൊരു കോപ്പി ഈ റെഫർ ചെയ്ത് വിടുന്ന ക്ലിനിക് ഉണ്ടല്ലോ, ക്ലിനിക്കിനാണല്ലോ പോയത്, ആ ക്ലിനിക്കിലാണ് 3ാമത്തെ കോപ്പി സൂക്ഷിക്കുന്നത്. ഇനി പോസ്റ്റ് ട്രീറ്റ്മെന്റ്, അതായത് ട്രീറ്റ്മെന്റിന് ശേഷം എന്ത് ചെയ്യും?
ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 കോപ്പി അവരുടെ കയ്യിലുണ്ടല്ലോ, അതിനകത്ത് ഒരു കോപ്പി സെൻഡ് ബാക്ക് ടു ദ ക്ലിനിക് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് തിരിച്ചെടുക്കുന്നു. ബാക്കി ഒരു കോപ്പി ആര് സൂക്ഷിക്കുന്നു? ഹോസ്പിറ്റൽ അവരുടെ റിപ്പോർട്ട് കീപ്പ് ചെയ്യും. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അടുത്തതാണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് നോക്കിക്കേ. The names of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department, and in each clinic the name of the chief consultant should also be revealed. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഔട്ട് പേഷ്യന്റ് എൻട്രൻസിന്റെ അവിടെ തന്നെ വലിയൊരു ബോർഡ്, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് കാണാൻ പറ്റും, വലിയൊരു ബോർഡ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ബോർഡിനകത്ത് കൃത്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റലില് എന്തെല്ലാം ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ, ഇപ്പൊ കാർഡിയോളജി കാർഡിയോളജി അല്ലെങ്കിൽ പൾമനോളജി, നെഫ്രോളജി, ഓരോ വിഭാഗം ആ ഒരു ബോർഡിനകത്ത് കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കാർഡിയോളജി ഉണ്ടെങ്കിൽ കാർഡിയോളജി, അതിന്റെ അടുത്തുള്ള അവിടെ സെർവ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അവരുടെ ഒരു ചീഫിന്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ നെഫ്രോളജി ഉണ്ടെങ്കിൽ നെഫ്രോളജി ഉണ്ടാവും, പൾമനോളജി ഉണ്ടെങ്കിൽ പൾമനോളജി. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഇനി ഏതെല്ലാം ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്നല്ല പറഞ്ഞത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകളും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, പ്രത്യേകിച്ച് അതിന്റെ ചീഫ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവരുടെ പേരും ആ ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ബോർഡിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എവിടെയായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യാം? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിൽ. കാരണം അവിടേക്കാണല്ലോ ആളുകൾ ഫസ്റ്റ് കയറി വരുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്പ്ലേ ബോർഡ് കാണുമ്പോൾ തന്നെ അവർക്കൊരു ഐഡിയ, ഒരു സൈനേജ് ബോർഡ് പോലെയാണ് അല്ലെ. അവർക്കറിയാൻ പറ്റും ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ ഡോക്ടേഴ്സിന്റെ ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. The names of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the എവിടെയാണത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്? മെയിൻ എൻട്രൻസ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മൾ ആ കയറി ചെല്ലുന്ന OP ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിൽ വേണം ഇത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. ആൻഡ് ഇൻ ഈച്ച് ക്ലിനിക്, ഓരോ ക്ലിനിക്കിലെയും the name of the chief consultant should also be revealed അല്ലെ. ഓരോ ക്ലിനിക്കിന്റെയും പ്രധാനപ്പെട്ട അവിടുത്തെ ചീഫ് കൺസൾട്ടന്റ് HOD ആണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ക്വാളിഫിക്കേഷൻ രേഖപ്പെടുത്തി സാധിക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ? അതെല്ലാവരും കണ്ടിട്ടുള്ള കാര്യം അല്ലെ. ഓക്കെ ആണല്ലോ, അത്രയുള്ള കേട്ടോ. അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് ആണ് ഇത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് അല്ലെ. എന്തെങ്കിലും മനസ്സിലാവായിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എടുത്തു പോകും കേട്ടോ. ഒന്നുകൂടെ പറയുന്ന, അതായത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് എന്ന് പറഞ്ഞാല് രാജ്യം ഒന്നും വിചാരിക്കേണ്ട, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഏറ്റവും ആ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ബോർഡ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ബോർഡിനകത്ത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്ലിനിക്കുകളുടെ പേരുകൾ ഉണ്ടാവും. അപ്പൊ കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയോളജി, അല്ലെങ്കിൽ പൾമനോളജി, നെഫ്രോളജി, അല്ലെങ്കിൽ എന്താ പറയാ ഗൈനക്കോളജി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകളും ആ അതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിന്റെ, പ്രത്യേകിച്ച് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടാവും, ചീഫ് കൺസൾട്ടന്റ് ഉണ്ടാവും, അദ്ദേഹത്തിന്റെ പേര് യോഗ്യതയുടെ ആ ഒരു ബോർഡിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആ ബോർഡ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരു ഹോസ്പിറ്റലില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, എന്തെല്ലാം ഏതൊക്കെ ഡോക്ടേഴ്സ് അവൈലബിൾ എന്നെല്ലാം നമുക്ക് ആരോടും ചോദിക്കേണ്ടത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനെയാണ് ഔട്ട് പേഷ്യന്റ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെയിംസ് ഓഫ് ഓൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക് വിത്ത് നെയിംസ് ഓഫ് ക്ലിനിക് ചീഫ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ദാറ്റ് ഷുഡ് ബി റിവീൽഡ് ഇൻ ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, നമ്മൾ ചെന്ന് കയറുന്ന എൻട്രൻസിൽ അത് വെക്കുന്നത്, അവിടേക്കാണല്ലോ ആളുകൾ വന്ന് കയറുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എൻട്രൻസിന്റെ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അടുത്തതാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് കേട്ടോ. ഇനി ആക്സിഡന്റ് എമർജൻസി സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയറുകളാണ് ഇനി നമ്മൾ അതിനകത്ത് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. ഓഫ് ദ 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്, ദ ഫസ്റ്റ് കോപ്പി ഈസ് കെപ്റ്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ റെഫറൽ ഡോക്യുമെന്റിനെ പറ്റി പറയുമ്പോൾ 3 കോപ്പി ജനറേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ. 2 കോപ്പി അങ്ങോട്ട് പോകും, 1 കോപ്പി ഇവിടെ റിട്ടേൺ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ. എന്നതുപോലെ
ആക്സിഡന്റ് എമർജൻസി സർവീസിലും ഇതുപോലെ തന്നെയാണ് 3 ഫോംസുകളാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ 3 എണ്ണമാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാമല്ലോ ഓരോ കോപ്പിയും എവിടെയൊക്കെയാണ് കീപ്പ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, ദ ഫസ്റ്റ് കോപ്പി ഈസ് കെപ്റ്റ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. 3 കോപ്പി ജനറേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ആദ്യത്തെ കോപ്പി ഉണ്ടല്ലോ, ഫസ്റ്റ് കോപ്പി, അതെവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. കാര്യം ആക്സിഡന്റ് എമർജൻസി കേസ് ആദ്യം കൊണ്ടുവരുന്നത് എങ്ങോട്ടായിരിക്കും? കാഷ്വാലിറ്റിയിലേക്കല്ലേ കൊണ്ടുവരാം, വിവിധ വിഭാഗത്തിലോട്ടല്ലേ ഫസ്റ്റ് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യണം? ആ 3 കോപ്പിയിൽ ആദ്യത്തെ കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കീപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത നോക്കിക്കേ, സെക്കൻഡ് കോപ്പി ഈസ് പ്രസന്റഡ് ബൈ ദ പേഷ്യന്റ് ഇൻ ദ ഫാർമസി ടു ഗെറ്റ് ദ മെഡിക്കേഷൻ. രണ്ടാമത്തെ കോപ്പി പേഷ്യന്റ് എന്ത് ചെയ്യും? ഫാർമസിയിൽ പ്രസന്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് മരുന്നുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, 3 കോപ്പി മനസ്സിലാവുന്നുണ്ടല്ലോ. രണ്ടാമത്തെ കോപ്പി പേഷ്യന്റ് എന്തെങ്കിലും ഫാർമസിയിൽ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഗെറ്റ് ദ മെഡിക്കേഷൻസ്, അവർക്ക് മരുന്നുകൾ ലഭിക്കാനായിട്ടാണ്. ഇനി ഒരു കോപ്പി കൂടെ ബാലൻസ് ഉണ്ട് അല്ലെ. ദ തേർഡ് കോപ്പി ഈസ് കെപ്റ്റ് ബൈ ദ പേഷ്യന്റ് കേട്ടോ. മൂന്നാമത്തെ കോപ്പി പേഷ്യന്റ് എന്ത് ചെയ്യാണ്? അയാളുടെ തന്നെ കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ 3 കോപ്പീസ് ആണെങ്കിൽ 3 ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ ജനറേറ്റ് ചെയ്യുന്നു. അതിന്റെ ആദ്യത്തെ കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലും രണ്ടാമത്തെ കോപ്പി പേഷ്യന്റ് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലും സബ്മിറ്റ് ചെയ്യുന്നു ടു ഗെറ്റ് ദെയർ മെഡിക്കേഷൻ. ഓക്കെ, ആൻഡ് തേർഡ് കോപ്പി ഈസ് റീറ്റെയിൻഡ് ബൈ ദ പേഷ്യന്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, പേഷ്യന്റ് ആണ് മൂന്നാമത്തെ കോപ്പി സൂക്ഷിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, ടൈം ശ്രദ്ധിക്കാം. The second and third copies become part of the main patient file if this patient is admitted to either an outpatient or an inpatient. Inpatient അല്ല, ഇന്നാണ് എം വെക്കുക കേട്ടോ. ഇന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇന്നാണ് കേട്ടോ. എം വെക്കുന്ന എന്നാണ് കേട്ടോ. ഓക്കെ, ഓർ ആൻ ഇൻപേഷ്യന്റ് സർവീസ്. ഇനി ആ 2-3 കോപ്പികൾ ഉണ്ടല്ലോ, ഫാർമസിയിലെ കോപ്പിയുള്ള ഒരു കോപ്പിയും പിന്നെ പേഷ്യന്റിന്റെ കയ്യിൽ ഇരിക്കുന്ന കോപ്പിയുണ്ട്. അതാണ് 2-3 കോപ്പികൾ. ആ സെക്കൻഡ് തേർഡ് കോപ്പീസ് എന്താണ്? ഈ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യപ്പെടുമല്ലോ. അഡ്മിറ്റ് മീൻസ് അവർ ഔട്ട് പേഷ്യന്റ് ആട്ടോ ഇൻപേഷ്യന്റ് ആട്ടോ ആ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ 2-3 കോപ്പികൾ ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡിലേക്ക് നമ്മൾ ഫയൽ ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ അവരുടെ റെക്കോർഡിന്റെ ഭാഗമാക്കി 2 കോപ്പികൾ നമ്മളവിടെ ആ റെക്കോർഡിൽ ഫയൽ ചെയ്ത് സൂക്ഷിക്കും. അതാണ് അവരവിടെ പറയുന്നത് കേട്ടോ. സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പീസ് become the part of main patient file if this patient is admitted to either an outpatient or an inpatient service. ഫസ്റ്റ് കോപ്പിക്ക് മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് കോപ്പി ഈസ് റീറ്റെയിൻഡ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് കോപ്പി എവിടെ തന്നെയാണ്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി നോക്കുക, ഇഫ് എ പേഷ്യന്റ് ഹാസ് എ യൂണിറ്റ് റെക്കോർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വാണ്ട്സ് ടു ഇൻസ്പെക്ട് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് പാസ് ഓൺ ദ റെക്കോർഡ്. എന്താണ് പറയുന്നത്? ഇനി ഓൾറെഡി പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ റെക്കോർഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഓൾറെഡി ആ ഒരു പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ റെക്കോർഡ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ റെക്കോർഡ് ഉണ്ടാവുമ്പോൾ കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസർ ആ ഒരു റെക്കോർഡ് പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ആ റെക്കോർഡ് ഡോക്ടർക്ക് കൈമാറി. പറഞ്ഞു മനസ്സിലായോ? അതായത് പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ ഓൾറെഡി റെക്കോർഡ് ഉള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. പേഷ്യന്റ് ആണ്, സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റിയുടെ ഡോക്ടർ ആ ഒരു റെക്കോർഡ് പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവർ എന്ത് ചെയ്യണം? ആ റെക്കോർഡ് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഓൾ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഓഫ് എ കാഷ്വാലിറ്റി പേഷ്യന്റ് ആർ അഫിക്സ്ഡ് ടു ദ കാഷ്വാലിറ്റി ഫോം. ഓക്കെ, അതായത് ഈ പറയുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് മീൻസ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ പേഷ്യന്റിന്റെ, എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും പ്രത്യേകിച്ച് ആ കാഷ്വാലിറ്റിയിലുള്ള പേഷ്യന്റിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും എന്ത് ചെയ്തിരിക്കണം? ആ ഒരു കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ അഫിക്സ് ചെയ്ത്, ദാറ്റ് മീൻസ് അതിന്റെ കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓൾ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഓഫ് ദി കാഷ്വാലിറ്റി പേഷ്യന്റ് ആർ അഫിക്സ്ഡ് വിത്ത് ദ കാഷ്വാലിറ്റി. കാഷ്വാലിറ്റിയിൽ ഒരു ഫോം നമ്മളൊരു കോപ്പി സൂക്ഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു പേഷ്യന്റിന്റെ സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും അതിനോടുകൂടി അഫിക്സ് ചെയ്ത് സൂക്ഷിക്കാനാണ് പറയുന്നത്. Okay, the reports become part of the main patient file if a patient is referred as either an outpatient or an inpatient. അടുത്ത പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു പേഷ്യന്റിനെ നമ്മൾ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും ആ ഒരു രോഗിയുടെ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ആക്സിഡന്റ് എമർജൻസി സർവീസ് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? 3 കോപ്പി ജനറേറ്റ് ചെയ്യുന്നു കേട്ടോ. ഒരു കോപ്പി കാഷ്വാലിറ്റി ഫോമില്,
രണ്ടാമത്തെ കോപ്പി ഫാർമസിയിൽ കൊടുക്കുന്നു മരുന്ന് ലഭിക്കാനായിട്ട്. മൂന്നാമത്തെ കോപ്പി പേഷ്യന്റിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നു. ഓക്കെ. എന്നിട്ട് പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി റെക്കോർഡുള്ള പേഷ്യന്റ് ആണെങ്കിൽ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ എന്ത് ചെയ്യും? ആ ഒരു റെക്കോർഡ്, ആ രോഗിയുടെ റെക്കോർഡ് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ആ റെക്കോർഡ് എത്രയും പെട്ടെന്ന് ഡോക്ടർക്ക് കൊടുക്കുക. ഓക്കെ. ഓൾറെഡി റെക്കോർഡ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ പിന്നെ പുതിയത് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ആ റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോക്ടർക്ക് കൈമാറുന്നത് കേട്ടോ. ലാസ്റ്റത്തെ പോയിന്റ് വേറൊന്നുമല്ല. നാലാമത്തെ പോയിന്റ് ആണോ പറയുന്നത്? ഇഫ് എ പേഷ്യന്റ് ഹാസ് എ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പേഷ്യന്റ് ഓൾറെഡി റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കൂ കേട്ടോ. ഹോസ്പിറ്റൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിന് ഓക്കെ ഓൾറെഡി റെക്കോർഡ് ഉണ്ട്, പേഷ്യന്റിന് ഓൾറെഡി റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ റെക്കോർഡ് ഇപ്പം അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ ആ റെക്കോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ആ റെക്കോർഡ് എടുത്ത് ഡോക്ടർക്ക് കൊടുക്കണം. ഓൾറെഡി ഉണ്ട് അവിടെ റെക്കോർഡ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ലാസ്റ്റത്തെ പോയിന്റ് ഇതാണ്. The reports become part of the main patient file if the patient is referred as either an outpatient or an inpatient. അതായത് ഈ പേഷ്യന്റ് ഉണ്ടല്ലോ, അവര് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം അയാളുടെ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഫയൽ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത നോക്കാം, അഡ്മിഷൻ ഓഫീസർ കേട്ടോ. അഡ്മിഷൻ ഓഫീസിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരുപാട് തവണ ഒരു കാര്യം ഞാൻ ഒരു 2-3 പ്രാവശ്യം കൂടുതൽ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഒന്ന് പ്രശ്നം എന്താ പറയാ, ക്ലാസ് ലാഗ് ചെയ്ത് പോകും, മീൻസ് പോർഷൻസ് നീങ്ങില്ല കേട്ടോ. ഓക്കെ, അഡ്മിഷൻ ഓഫീസർ. The admission officer will be in working around the clock. അതായത് എന്താ പറയുന്നത്? അഡ്മിഷൻ ഓഫീസ് will be in working around the clock and is responsible for the admission of patients, for the maintenance of the bed occupancy order, and for the safekeeping of patients' property if there is any absence of a patient's relative. അതായത് ഒരു അഡ്മിഷൻ ഓഫീസ് എന്ന് പറയുന്നതും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. നമ്മളിപ്പോ രജിസ്ട്രേഷൻ സംവിധാനം പറഞ്ഞില്ലേ, 24 അവർ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ അഡ്മിഷൻ ഓഫീസർ എന്താണ്? മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അഡ്മിഷൻ. ഇപ്പൊ വേണമെങ്കിലും രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെടാം അല്ലെ, അവിടേക്ക് പ്രവേശിക്കപ്പെടാം. അപ്പൊ അതുകൊണ്ട് അഡ്മിഷൻ ഓഫീസർ എന്തായിരിക്കും? വർക്കിംഗ് ആയിരിക്കും, അറൗണ്ട് ദ ക്ലോക്ക് വർക്കിംഗ് ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഒരു അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ? എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്? ഒന്നാമത്തെ നോക്കിക്കേ. ഫസ്റ്റ് എന്താണ്? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്. പേര് തന്നെ അഡ്മിഷൻ ഓഫീസിനാണ് അല്ലെ. ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പേഷ്യൻസിനെ പ്രവേശിപ്പിക്കാം അല്ലെ, പേഷ്യൻസിനെ പ്രവേശിപ്പിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. ഇതാണ് മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. ബെഡ് ഒക്യുപ്പൻസി ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ ആ ഒരു വാർഡിലാണെങ്കിൽ എത്രത്തോളം ബെഡുകൾ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, എത്രത്തോളം ബെഡുകൾ അവിടെ അവൈലബിൾ ആണ്, എത്രത്തോളം ഓക്യുപ്പൈഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു വിഷ്വൽ ഡിസ്പ്ലേ ബോർഡിനകത്ത് എന്ത് ചെയ്തിരിക്കണം? പ്രദർശിപ്പിച്ചിരിക്കണം. കാര്യം എന്താണ്? നമ്മൾ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബെഡ് അവൈലബിലിറ്റി ഉണ്ടാവണം അല്ലെ. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇടയ്ക്ക് ആൾക്കാർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്, അപ്പൊ ആ ബെഡ് ഫ്രീ ആവും. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോ സമയത്തും ഈ ബെഡിന്റെ ഒക്യുപ്പൻസിയിൽ എന്താണ് മാറ്റം വന്നുകൊണ്ടിരിക്കും അല്ലെ. അതാണ് പറയുന്നത്, ആ ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ബെഡുകളുടെയും ഒക്യുപ്പൻസി എത്രത്തോളം ആളുകൾ ഒക്യുപ്പൈഡ് ആണ്, എത്രത്തോളം ഫ്രീ ബെഡ്സുകളുണ്ട്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഒരു വിഷ്വൽ ഡിസ്പ്ലേ ബോർഡിനകത്ത് കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുക. അത് അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിങ്ങനെ നോക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പറയുന്നത് പോയിന്റ്. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി അതാണ്. മൂന്നാമത്തെ എന്താണ്? ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി if there is any absence of a patient's relative. ഇനി ഇൻ കേസ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഇല്ലാന്നിരിക്കട്ടെ, അപ്പൊ പേഷ്യന്റിന്റെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ടത് അഡ്മിഷൻ ഓഫീസാണ്. ഓക്കെ, ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് പേഷ്യന്റിന്റെ കൂടെ ആരും ഉണ്ടായിരിക്കില്ല. അപ്പൊ അയാളുടെ എന്തെങ്കിലും സാധനങ്ങളോ പ്രോപ്പർട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അഡ്മിഷൻ ഓഫീസിനുണ്ട്. എന്താ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? അഡ്മിഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ 24 അവറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്.
എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്? ഒന്ന്, റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, പേഷ്യന്റിന്റെ കംപ്ലൈന്റ് അഡ്മിഷൻ ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഓക്യുപ്പൻസി ബോർഡ് അല്ലെ, ബെഡ് ഓക്യുപ്പൻസി ബോർഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ സേഫ് കീപ്പിംഗ് ദ പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഇസ് എനി ആബ്സെൻസ് ഓഫ് പേഷ്യന്റ് റിലേറ്റീവ്, പേഷ്യന്റ് റിലേറ്റീവ് ഇല്ലാത്ത സമയത്ത് അവരുടെ പ്രോപ്പർട്ടി സേഫ് ആയിട്ട് സൂക്ഷിച്ചു. ഇത്രയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് അഡ്മിഷൻ. ഡയറക്റ്റ് അഡ്മിഷൻ എന്താണ്? ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാല്, അതായത് സാധാരണ നമ്മളൊരു രോഗിയെ ഒരു കാഷ്വാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ കൊണ്ടുവരാതെ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വാർഡിലോട്ട് അവരെ അഡ്മിറ്റ് ചെയ്യാണ്. അതാണ് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് അഡ്മിഷൻ സാധാരണ നമ്മൾ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, അങ്ങനെയാണ്. പക്ഷെ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. രോഗി എന്താണ്? നേരിട്ട് വാർഡിൽ വന്നിട്ട് അഡ്മിറ്റ് ആകണം. അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് രോഗിനെ റെഫർ ചെയ്ത് വിടുന്നതായിരിക്കാം. റെഫർ ചെയ്തൊക്കെ വിടുന്നതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. മുൻകൂട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നേരിട്ട് വാർഡിൽ വന്നിട്ട് അഡ്മിറ്റ് ആവാം. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ലേബറൊക്കെ വരുമ്പോ നമുക്ക് കാഷ്വാലിറ്റിയിൽ പോകേണ്ട കാര്യമുണ്ടോ? വേണ്ട. അല്ലെങ്കിൽ ഒപ്പിയിൽ പോകേണ്ട കാര്യമുണ്ടോ? എമർജൻസി കേസ് ആണല്ലേ, ഓടിപ്പോയി നമുക്ക് അവിടെ വാർഡിൽ പോയിട്ട് അഡ്മിഷൻ, അതുപോലെ ഓപ്പറേഷൻ കേസ് ഒക്കെ കേട്ടോ. പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് വാർഡിൽ പോകാം. അതാണ് ഡയറക്റ്റ് അഡ്മിഷൻ. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. The ward manager in charge is liable for registering the case in the admissions office within 2 hours of the patient's admission to the ward. ശ്രദ്ധിക്കാം, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ദ വാർഡ് മാനേജർ ഡയറക്റ്റ് അഡ്മിഷൻ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? വാർഡ് മാനേജർക്കാണ്. പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ്? വാർഡ് മാനേജർക്കാണ് ഡയറക്റ്റ് അഡ്മിഷൻ കേസുകൾ വരുമല്ലോ. ആ പേഷ്യന്റിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണ്ടേ? ആ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോർമലി രജിസ്റ്റർ ചെയ്യണം നമ്മൾ അല്ലെ. ആ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അത് വാർഡ് മാനേജർക്കാണ് ഉള്ളത് കേട്ടോ. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വാർഡ് മാനേജർ ഇൻ ചാർജ് ഈസ് ലയബിൾ ഫോർ രജിസ്റ്ററിംഗ് ദ കേസ് ഇൻ ദ അഡ്മിഷൻ എത്ര സമയത്തിനുള്ളിലാണ്? വിത്തിൻ 2 hours ഓഫ് ദ പേഷ്യൻസ് അഡ്മിഷൻ ടു ദ വാർഡ്. അപ്പൊ വാർഡിലേക്ക് രോഗി പ്രവേശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. അപ്പൊ നേരിട്ട് വാർഡിൽ വന്ന് അഡ്മിഷൻ ആയി കഴിഞ്ഞിട്ട് 2 മണിക്കൂർ അഡ്മിഷൻ ഓഫീസിൽ കൊണ്ടത് രജിസ്റ്റർ ചെയ്യണം. ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? വാർഡ് മാനേജർ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത്രയും ഉള്ളു കേട്ടോ. അത്രയും മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എത്ര സമയത്തിനുള്ളിലാണ്? 2 മണിക്കൂറിനുള്ളിലാണ് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ഒന്ന് വായിക്കാമോ നിങ്ങള്? അഡ്മിഷൻ ഓഫീസും ഡയറക്റ്റ് അഡ്മിഷനും ഒന്ന് വായിച്ച് നിങ്ങള് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നോക്കി വായിക്കില്ല. കുറച്ച് വെള്ളം കൊടുത്തിട്ട് വായിച്ചില്ലേ? ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം അബ്സ്കോണ്ടഡ് പേഷ്യൻസ് കേട്ടോ. അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. അബ്സ്കോണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അബ്സ്കോണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കേട്ടിട്ടില്ലേ? ആൾക്ക് അറിയാവുന്ന ഒരു മെസ്സേജ് ചെയ്ത് എന്താണ് അബ്സ്കോണ്ട് ചെയ്യാന്ന് വെച്ചാല്? കാണാതാവുക. കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ നന്ദന. അത് അബ്സ്കോണ്ട് ചെയ്യുക അല്ലെ, ഒളിച്ചോടി പോവാന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവം അത് തന്നെ. കറക്റ്റ്, കാണാതെ പോകുന്നതിന് അബ്സ്കോണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സൂപ്പർ. അല്ലെ, ഡിസ്ചാർജ് വേറെ വരുന്നുണ്ട് കേട്ടോ. അബ്സ്കോണ്ട്, അത് അബ്സ്കോണ്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞ പോലെ പേഷ്യൻസിനെ കാണാതെ പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം കേട്ടോ. ഇൻഫർമേഷൻ അബൌട്ട് absconded patients who ran away must be recorded in the patient's file with the details regarding the date and time the patient was found to be missing from the ward. എന്താണ് പറയുന്നത്? ഇപ്പൊ അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ, ചിലപ്പോ കാണാതെ പോകുന്നത് എന്തെങ്കിലും കാരണവശാൽ അവിടെ നിന്ന് ചികിത്സ മതിയാക്കി ആരും കാണാതെ ഓടിപ്പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ
ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന റെക്കോർഡിനകത്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഓടിപ്പോകുന്ന ആളുകളുടെ പേഷ്യൻസിന്റെ അവരെ എപ്പോ തൊട്ടാണോ അവരെ കാണാതായത് ആ കാണാതായ സമയവും ഡേറ്റും ഉൾപ്പെടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ആ പേഷ്യന്റിന്റെ ഫയലില് എന്ത് ചെയ്ത് വെക്കണം, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ, എപ്പോ തൊട്ടാണോ അവരെ കാണാതായത് ആ ഒരു ടൈമും ഡേറ്റും കൂടെ അതിനകത്ത് രേഖപ്പെടുത്തണം കേട്ടോ. അത് ആ ഫുൾ ഡീറ്റെയിൽ അയാളുടെ റെക്കോർഡിനകത്ത് ഫയൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കും. ഓക്കെ, പിന്നെന്താണ്, ദ ട്രീറ്റിംഗ് ഫിസിഷ്യൻ മസ്റ്റ് നോട്ട് ആൻഡ് സൈൻ ദ റെക്കോർഡ് പ്രോപ്പർലി. അതിന് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ, ഫിസിഷ്യൻ, അത് കൃത്യമായിട്ട് ആ കാര്യം നോട്ട് ചെയ്ത് അതിന് സൈൻ ചെയ്യണം കേട്ടോ. അതിന് കൃത്യമായിട്ട് സൈൻ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ദ മാറ്റർ ടു ബി കൺവേർഡ് ടു ദ പോലീസ്. ആ ഒരു വിവരം എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കുകയും വേണം. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു രീതിയാണ്, ആ ഒരു പ്രൊസീജിയറാണ് അവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൊണ്ട് ഇത് പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെപ്പോ തൊട്ടാണോ കാണാതായത് ആ ഒരു ടൈമും ഡേറ്റും ഉൾപ്പെടെ ഫുൾ ഡീറ്റെയിൽസ് ആ പേഷ്യന്റ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കാം. എന്നിട്ട് അത് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഡോക്ടർ അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് സൈൻ ചെയ്തിരിക്കാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ വിവരം പോലീസിനെ ഇൻഫോം ചെയ്യും. അതാണ് അത്രയുള്ള അവിടെ ചെയ്യാനുള്ള കാര്യം കേട്ടോ. അടുത്തത് നിങ്ങൾ പറഞ്ഞ സംഭവമാണ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. എഗെയിൻസ്റ്റ് ലാമ ഡാമ എന്നൊക്കെ പഠിച്ചില്ലേ, ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ലാമ അല്ലെ. ലാമ എന്താണ്, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പഠിച്ചില്ലേ നമ്മളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഏത് രീതിയിലാണ് നമ്മൾ റെക്കോർഡ് മാനേജ് ചെയ്യുന്നത് അതിനെ പറ്റിയാണ് ഇത് പറയുന്നത്. ദ പേഷ്യന്റ് ഹു ഡിസ്ചാർജ് ദംസെൽസ് ഫ്രം എ ഹോസ്പിറ്റൽ against the advice of their treating physicians should be treated as a discharged. അതായത് ഇപ്പൊ രോഗി ഡോക്ടറുടെ ആ ഒരു അഡ്വൈസിനെതിരായിട്ട് സ്വയം ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഒളിച്ചോടി പോവുക ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ല ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. ഡോക്ടർ പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും അഡ്മിറ്റ് ആവണം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരായിട്ട് അവരെന്ത് ചെയ്യും, സ്വയം ഡിസ്ചാർജ് ചെയ്തു പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനെ ഡിസ്ചാർജ് ആയിട്ട് തന്നെ കണക്കാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അവരെ ഡിസ്ചാർജ് ആയിട്ട് തന്നെ കണക്കാക്കണം. അതാണ് അവിടെ പറയുന്നത്. The patient who discharged themselves from a hospital against the advice of their treating physician should be treated as a discharge. Okay. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത്, it should be made sure that the signature of the patient, ഓറല്ല ഓഫ് ആണ്, ഓഫ് കേട്ടോ. Okay, it should be made sure that the signature of the patient or his or her nearest relative is obtained in the specified form. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ഒരു പേഷ്യന്റിന്റെ സിഗ്നേച്ചർ, പേഷ്യന്റിന്റെ ഒപ്പ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ കൂടെയുള്ള ഏറ്റവും അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ് ആ ഒരു സൈൻ നമ്മൾ അത് സ്പെസിഫൈഡ് ഫോമിൽ കൃത്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് അവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം എന്താണ്, ഇവര് ഡോക്ടേഴ്സിന്റെ അഡ്വൈസിന് എതിരായിട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലെ. ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, പക്ഷെ അതിനെ നിരാകരിച്ചുകൊണ്ട് പോകുന്നതാണ്. പോയതിനു ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിന് മറ്റുള്ള ആരോപണങ്ങൾ ഹോസ്പിറ്റലിന്റെ മേൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഒപ്പം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവിന്റെ സൈനോ ആ ഒരു ഫോമിൽ നമ്മൾ വാങ്ങും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള മീൻസ് AMA അതായത് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ് കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ല അതിനകത്ത്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതാണ് ഡിക്ലറേഷൻ. എന്നിട്ട് എന്തുണ്ടായ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ പോയത്, ഡോക്ടർ പറഞ്ഞത് കേൾക്കാൻ എന്ത് പോയേ? 2 ഓപ്പറേഷൻ എന്തെങ്കിലും. ഓക്കെ ഓക്കെ, ചെയ്യാൻ പാടില്ല ശരിക്കും. കാര്യം ഒരു റിസ്ക് ആണ് അത്. വേറെ ഇതിന്റെ ഭാഗ്യത്തിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഓക്കെ, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രശ്നമൊന്നുമല്ല, ഞാനിതൊരു എന്താ പറയാ ഹോസ്പിറ്റലിൽ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ചെയ്ത്. ഓക്കെ, അതുകൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കോവിഡിന്റെ മുമ്പാന്ന് തോന്നുന്നു. കോവിഡ് കഴിഞ്ഞ ഒരു സമയത്ത് പെട്ടെന്ന് ഇതുപോലെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലെ വന്നിരുന്നു. എനിക്ക് കോവിഡ് വന്നിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടില് എല്ലാം മാറി ഓക്കെ ആയി. പിന്നീട് ഈ പറയുന്ന പോലെ ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലെ
വരെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് തന്നെ എന്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മിടിക്കണ പോലൊരു ഇത് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി, രാജഗിരി ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോ അവിടെ എടുത്ത് കുറെ ഇഞ്ചക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു. എന്നോട് പറഞ്ഞ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഓക്കെ, അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ ആ ഹോസ്പിറ്റലിൽ കിടക്കാൻ ആ സമയത്ത് തോന്നിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഉടനെ തന്നെ ഒരു ഫോമൊക്കെ കൊണ്ടുതന്നിട്ട് അവരത് പ്രത്യേകമായിട്ട് സൈനൊക്കെ വാങ്ങി എന്നിട്ടാണ് അതിന് വിട്ടത്. എന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വന്ന് കാർഡിയോളജിസ്റ്റിനൊക്കെ വന്ന് കണ്ടോളൂക്കാന്ന് പറഞ്ഞു. ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഭയങ്കര എമർജൻസി ഉണ്ടായിരുന്നില്ല. അത് പെട്ടെന്ന് ആ ഒരു ടൈമിൽ ഈ ചെറിയൊരു വാരിയേഷൻ പോലെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ എന്നോട് അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞത്. പക്ഷെ ഞാൻ അഡ്മിറ്റ് ആയില്ല. അപ്പൊ അവർ ഈ ഫോം തന്നിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതി വാങ്ങി. മീൻസ് അവര് സൈനൊക്കെ ചെയ്തു. ഞാൻ സൈൻ ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവരെന്നെ വിട്ടത്. ഓക്കെ, അപ്പൊ വേറൊന്നിനും അല്ല, പിന്നീട് നമുക്ക് പോകുമ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് അതിന്റെ ആരോപണമൊന്നും ആശുപത്രിയുടെ പേരിൽ വരാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഡിക്ലറേഷൻ ബൈ ദ കോവിഡ് ഇതിനെപ്പറ്റവർക്കൊക്കെ വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് അല്ല, ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ഈ പറയുന്ന ഇനി അത് നമുക്ക് നോക്കാം കേട്ടോ. എന്താണെന്നുള്ളത് എനി പേഷ്യന്റ് ശ്രദ്ധിക്കാം, ക്ലാസ് ശ്രദ്ധിക്കാം. എനി പേഷ്യന്റ് who wants to make a statement before his death, such a statement should be recorded in the patient's file in the presence of a magistrate. കേട്ടോ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആ പറഞ്ഞത് കേട്ടോ. Any patient who wants to make a statement before his death, such a statement should be recorded in the patient's file in the presence of a magistrate. ചില രോഗികള് ഈ പറയുന്ന മരണമൊഴി കൊടുത്തില്ല, മരണത്തിന് മുമ്പായിട്ട് അവർക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് അതെന്ത് ചെയ്തിരിക്കണം, ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ആരുടെ പ്രസൻസിലാണ് റെക്കോർഡ് ചെയ്തത് അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. റെക്കോർഡഡ് ഇൻ ദ പേഷ്യന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മജിസ്ട്രേറ്റ് എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. അതായത് ഒരു രോഗി അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പായിട്ട് എന്തെങ്കിലും മരണമൊഴിയൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ റെക്കോർഡില് ഫയൽ ചെയ്ത് വെക്കണം. ആരുടെ പ്രസൻസിലാണ് ഇത് ചെയ്യേണ്ടത്? ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത്. ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കിയിട്ട് ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. ഇപ്പൊ മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് എന്ത് ചെയ്യണം നമ്മളത്? ഡിക്ലറേഷൻ ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദ പ്രസൻസ് ഓഫ് 3 persons. ആരൊക്കെയാണ് ആ 3 persons? ദാറ്റ് ഇൻക്ലൂഡ് ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നഴ്സ്, പിന്നെന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ, റെപ്രസെന്റേറ്റീവ്. ഓക്കെ, അപ്പൊ മജിസ്ട്രേറ്റ് ഇല്ല, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ 3 പേരുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ആ 3 പേര് ആരൊക്കെയാണ്? ഒന്ന് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, ഓക്കെ, ട്രീറ്റിംഗ് ഫിസിഷ്യൻ, പിന്നെ നഴ്സ്, പിന്നെ വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയാലും മതി. ഓക്കെ, അതിന് നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു രോഗിയുടെ സ്റ്റേറ്റ്മെന്റ് ആരുടെ പ്രസൻസിലാണ് ഫയൽ ചെയ്ത് വെക്കേണ്ടത്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ഇനി മജിസ്ട്രേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് ഈ പറയുന്ന 3 പേര്, ഏതൊക്കെയാണ് ആ 3 പേര്? ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇവിടെ മെഡിക്കൽ റെക്കോർഡ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്രയും മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതിന് ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉള്ളത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ നമ്പറിംഗ് സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ് നമ്പറാണ് ഉപയോഗപ്പെടുത്തുന്നത്? 6 ഡിജിറ്റ് നമ്പറാണ്. പിന്നെ എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്? അതായത് രോഗിയുടെ അടിസ്ഥാന വിവരങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അതുപോലെ അപ്പോയിന്റ്മെന്റ് സംവിധാനത്തില് ഏത് 2 എക്സെപ്ഷൻ കേസുകൾ, 2 കേസുകൾ ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷനും പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗപ്പെടുത്തണം. ആ എക്സെപ്ഷൻ കേസുകൾ ഏതൊക്കെയാണ് ഓർത്തിരിക്കുക. ലേബറും അതുപോലെ തന്നെ എമർജൻസി കേസ് കേട്ടോ. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് അഥവാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എവിടെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലാണ്. എന്തായിട്ടാണ് അത് ഫയൽ ചെയ്തിരിക്കുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡായിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇൻ പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആരാണ് അക്സെപ്റ്റ് ചെയ്തത്? വാർഡിലാണ് അക്സെപ്റ്റ് ചെയ്തത് അല്ലെ. വാർഡിൽ ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? വാർഡ് ക്ലർക്കോ അല്ലെങ്കിൽ വാർഡ് നഴ്സോ ആയിരിക്കും അത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. പിന്നെ ഒരു ക്ലിനിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്? റെഫറൽ ലെറ്ററിന്റെ സഹായത്തോടു കൂടി.
പിന്നെ റെഫറലിന്റെ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ 3 കോപ്പി ജനറേറ്റ് ചെയ്യുന്നു. അതൊക്കെ എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കുന്നത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ആക്സിഡന്റ് എമർജൻസി സർവീസ് അല്ലെ, അതിന് 3 ഫോം ഉണ്ട്. ആദ്യത്തെ കോപ്പി കാഷ്വാലിറ്റിയില്, രണ്ടാമത്തെ കോപ്പി എവിടെയാണെന്ന് ചോദിച്ചാൽ ഫാർമസിയിലാണ്, മൂന്നാമത്തെ കോപ്പി ആരാ കീപ്പ് ചെയ്യുന്നത്, പേഷ്യന്റ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഡ്മിഷൻ ഓഫീസ് 24 മണിക്കൂറും സേവനം നൽകുന്ന ഒരു സംവിധാനമാണ്. അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാ പറയാം, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുക, ബെഡ് ഒക്യുപ്പൻസി ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റിന്റെ പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുക. ഓക്കെ, ഡയറക്റ്റ് അഡ്മിഷനില് ഈ പറയുന്ന പേഷ്യന്റിന് അഡ്മിഷൻ ഫോർമലി രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, അത് വാർഡ് മാനേജർക്കാണ്. എത്ര സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം, വിത്തിൻ 2 hours, 2 മണിക്കൂർ. അതുപോലെ ബാക്കിയൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അബ്സ്പോണ്ട് ചെയ്യുന്ന പേഷ്യൻസിന്റെ കേസിൽ എങ്ങനെയാണ്, മെഡിക്കൽ അഡ്വൈസ്മെന്റ് ആയിട്ട് പോകുന്ന പേഷ്യന്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. പിന്നെ ഡിക്ലറേഷൻ, അതിന് ചോദ്യം വരാം, ആരുടെ സാന്നിധ്യത്തിലാണ് മരണബോധി റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. മജിസ്ട്രേറ്റ് ഇല്ലെങ്കിൽ ആരുടെ സാന്നിധ്യത്തിലാണ്, അപ്പൊ ട്രീറ്റിംഗ് ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രസൻസിലായിരിക്കും അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഈ വായിച്ചു നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്തത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ല, കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി മെഡിക്കൽ റെക്കോർഡ്സിന്റെ കംപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ശ്രദ്ധിക്കാം, physicians have to complete the records before the discharge of a patient wherever possible. അതായത് കഴിയാവുന്നിടത്തോളം ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ആരാണ് കംപ്ലീറ്റ് ചെയ്തത്, അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് കേട്ടോ. അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. കഴിയാവുന്നിടത്തോളം ആ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവരുടെ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത് പറയുന്നത് അതർവൈസ് they have to visit the medical record department continuously to inspect all these discharged records for the completion. ഇനിയിപ്പോ നിങ്ങൾക്ക് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിസ്ചാർജ് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില് ഫിസിഷ്യൻസ് വിസിറ്റ് ചെയ്തിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ആ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ റെക്കോർഡും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന ഫിസിഷ്യൻ പോയി വിസിറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് എന്താണ് കേട്ടോ. പിന്നെന്താണ്, പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. ആ 30 days എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. 30 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്, പേഷ്യന്റ് റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. അതിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് 30 ദിവസത്തിൽ കൂടുതൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ മാക്സിമം 30 ദിവസത്തിനുള്ളിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. എത്ര ദിവസത്തിനുള്ളിലാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 30 ദിവസത്തിനുള്ളിലാണ്. അതിന് എത്ര ദിവസത്തിൽ കൂടുതൽ ഒരു മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചാൽ 30 days ആണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ അതേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും. ഇതിനകത്ത് പഠിച്ച കാര്യം എന്താ, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. അത് ഫിസിഷ്യൻ ആണ് ചെയ്യുന്നത്. ഇൻ കേസ് അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്തിരിക്കണം. 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല. ഇത്രയാണ് പഠിച്ചത് കേട്ടോ. അടുത്ത നോക്കാം, നെക്സ്റ്റ് നോക്കാം, കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. ഇനി മെഡിക്കൽ റെക്കോർഡ്സിന്റെ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയർ ആണ് കാണാനായിട്ട് പോകുന്നത്. ഓൾ പേഷ്യന്റ് റെക്കോർഡ്സ് that include outpatient and inpatient cases have to code according to the latest international classification of disease and operations. Change of healthcare diagnosis, procedures, medical services and equipment into the universal medical alpha-human report. ഞാനവിടെ പറയുന്നത് ഈ പറയുന്ന എല്ലാ ഔട്ട്പേഷ്യൻസിന്റെയും ഇൻപേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡ്സിൽ കോഡ് ചെയ്യണം. ഏത് പ്രകാരം കോഡ് ചെയ്യണം?
ICD പ്രകാരം. എന്താണ് ICD എന്ന് പറഞ്ഞാല്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, ICD. ഇനി നിങ്ങൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറഞ്ഞ് പഠിക്കും. അതിനകത്ത് ഈ ടേം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അഥവാ ICD. എന്താണ് ICD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഈ പറയുന്ന നമ്മുടെ രോഗങ്ങള് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങള്, പിന്നെ നമ്മൾ ചില ചികിത്സാ പ്രൊസീജിയറുകളൊക്കെ ചെയ്യുക, അതിനെയൊക്കെ നമ്മൾ എന്താ പറയാ ആഗോള തലത്തില് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോഡ്. ആ കോഡിങ്ങിനെയാണ് പറയുന്നത്. ICD കോഡിംഗ് ആണ് അതിന് പറയുന്നത് കേട്ടോ. അതായത് ഈ പറയുന്ന രോഗങ്ങള് ആരോഗ്യ പ്രശ്നങ്ങളാവാം, മറ്റു പല പ്രൊസീജിയറുകളാവാം, അതിനെയൊക്കെ തരംതിരിക്കാനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബലി ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയാ സിസ്റ്റമാണ് ICD കോഡിംഗ് ആണ്. അതിനകത്ത് ഓരോ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു കോഡ് വെച്ചിട്ടാണ് അവിടെ രേഖപ്പെടുന്നത്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, കോഡ് ഒരുപാടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD വെർഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് കോഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. കോഡ് ചെയ്തിരിക്കണം. പിന്നെ അതാണ് കേട്ടോ, ഓൾ ദ പേഷ്യന്റ് റെക്കോർഡ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഔട്ട് പേഷ്യന്റിന്റെ ആയാലും ഇൻ പേഷ്യന്റിന്റെ ആയാലും റെക്കോർഡുകൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD വെർഷൻ കോഡ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസസ് ആൻഡ് എക്വിപ്മെന്റ് ടു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫാന്യൂമറിക് കോഡ്സ്. ഈ പറയുന്ന ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് ആയിക്കോട്ടെ, പ്രൊസീജിയറുകൾ ആയിക്കോട്ടെ, മെഡിക്കൽ സേവനങ്ങൾ ആയിക്കോട്ടെ, അതിനെയെല്ലാം നമ്മൾ എന്തിലേക്ക് കൺവെർട്ട് ചെയ്യണം? മെഡിക്കൽ ആൽഫാന്യൂമറിക് കൺവെർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഗ്ലോബലി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ആ മെഡിക്കൽ റെക്കോർഡ് ഗ്ലോബലി അണ്ടർസ്റ്റുഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കോഡിംഗ് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഈ പറയുന്ന ഡയഗ്നോസിസ് ആയിക്കോട്ടെ, പ്രൊസീജിയർ ആയിക്കോട്ടെ, മെഡിക്കൽ സേവനങ്ങൾ, അതുപോലെ പല മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ നമ്മൾ ആൽഫാ ന്യൂമറിക് കോഡ്സിലോട്ട് കൺവെർട്ട് ചെയ്യണം. ആൽഫാ ന്യൂമറിക് കോഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഉണ്ടായിരിക്കും, ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ മെഷീൻ റീഡബിൾ ആയിരിക്കും. നമ്മൾ OMR ഒക്കെ എഴുതിയ മെഷീൻ റീഡബിൾ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കോഡ് ചെയ്യുന്നത് നമുക്ക് ഗ്ലോബലി അത് അണ്ടർസ്റ്റുഡ് ആണ്. എവിടെ പോയാലും ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ആർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും ആ ഒരു കോഡിംഗ് ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റിന്റെ റെക്കോർഡുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD വെർഷൻ ഉപയോഗിച്ച് കോഡ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ICDയുടെ ഫുൾ ഫോം ഇതാണ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. എന്താണ് ICD എന്ന് പറഞ്ഞാല്? നമ്മുടെ ഈ രോഗങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, പിന്നെ ചികിത്സാ നടപടിക്രമങ്ങളൊക്കെ തരംതിരിക്കാനായിട്ട് ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം കേട്ടോ. അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ് ആണ് ICD എന്ന് പറയുന്നത്. അതിനെ പറ്റി നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ലാബിനെ പറ്റി പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതാണ് മിസ്സിംഗ് റെക്കോർഡ്സ് കേട്ടോ. മിസ്സിംഗ് റെക്കോർഡ്സ് അത് വേറൊന്നുമല്ല. അതായത് നമ്മൾ റെക്കോർഡ്സ് ചിലപ്പോൾ മിസ്സായി പോവാം അല്ലെ, മിസ്സായി പോവും, കാണാതെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്നും കാണാപ്പാടൊന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ റെക്കോർഡ് മിസ്സായി പോവാന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്ത് വെക്കാത്തതുകൊണ്ടോ, അതിന്റെ ഒരു ഫയലിംഗ് സിസ്റ്റത്തിന് നമ്മൾ പഠിക്കുന്നുണ്ട്, റെക്കോർഡ്സ് ഫയൽ ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ശരിയല്ലാത്ത രീതിയിൽ അവർ നമ്മൾ ഫയൽ ചെയ്ത് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡ് കാണണമെന്നില്ല, മെഡിക്കൽ റെക്കോർഡ് മിസ്സായി പോവാം അല്ലെ, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? എന്താണ് പിന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ മിസ്സായതിന്റെ റെസ്പോൺസിബിലിറ്റി, അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ് ഉള്ളത് കേട്ടോ. മെഡിക്കൽ MRO എന്നാണ് പറയാ. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ് ആ ഒരു മിസ്സായിട്ടുള്ള റെക്കോർഡ് ലൊക്കേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ്. അദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയുമോ? റെക്കോർഡ് മിസ്സായി. റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ റെക്കോർഡ് ഇല്ലാത്ത ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? ആ മിസ്സായ റെക്കോർഡിന്റെ സെയിം നമ്പർ, മിസ്സായിട്ടുള്ള റെക്കോർഡ് ഉണ്ടല്ലോ, മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഉണ്ടല്ലോ, ആ സെയിം നമ്പറും അതുപോലെ തന്നെ അതിലെ ഡാറ്റകൾ, ഐ ഡി ഡാറ്റകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ആണ് ക്രിയേറ്റ് ചെയ്യും. മിസ്സായ റെക്കോർഡിന്റെ സെയിം നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ അത് ഫയൽ ചെയ്ത് വെക്കില്ല, ഫയൽ ചെയ്യില്ല, അത് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു വെക്കും. ആരാണ് സൂക്ഷിച്ചു വെക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ തന്നെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? ഒറിജിനൽ റെക്കോർഡ് ലൊക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. ഇനി അങ്ങനെ ഒറിജിനൽ റെക്കോർഡ് കിട്ടിയിരിക്കട്ടെ, ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിനെ
ഒറിജിനൽ റെക്കോർഡുമായിട്ട് മെർജ് ചെയ്യും. ഒറിജിനൽ റെക്കോർഡുമായിട്ട് മെർജ് ചെയ്യും. മെർജ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ഫയൽ ചെയ്ത് സൂക്ഷിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ഒന്നുമില്ല, റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ അതേ മിസ്സായ റെക്കോർഡിന്റെ സെയിം നമ്പർ ഉപയോഗിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിനാണ് ഉള്ളത്. ഓക്കെ. എന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഫയൽ ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്ത് വെക്കും ടെമ്പററി ആയിട്ട്. അതോടൊപ്പം തന്നെ ഒറിജിനൽ റെക്കോർഡ് ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. പിന്നെ ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും ഒറിജിനൽ റെക്കോർഡും പരസ്പരം മെർജ് ചെയ്യും കേട്ടോ. മെർജ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്ത് വെക്കും? ഫയൽ ചെയ്ത് സൂക്ഷിക്കും. ആ ഒരു കാര്യമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. മിസ്സിംഗ് റെക്കോർഡ്സ്. Some percentage of files do not find in the specific place where they are assumed to be. Okay, then record കാണുന്നില്ല. This could be owing to non-receiving, not keeping in the proper place and wrongly files. ഇപ്പൊ തെറ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാത്ത കാരണം കൊണ്ടൊക്കെ റെക്കോർഡുകൾ ചിലപ്പോൾ മിസ്സിംഗ് വരാം. അപ്പൊ എന്ത് ചെയ്യണം? In such circumstances, when a patient attends either for outpatient or inpatient services, it will be difficult to provide the treatment without a patient record. അപ്പൊ നമുക്ക് റെക്കോർഡ് ഇല്ലാതെ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം റെക്കോർഡിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടണമെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് വളരെയധികം എന്താ പറയാ ഉപയോഗപ്രദമാണല്ലോ. അത് മിസ്സായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? MRO, MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. ഈ MRO എന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കരുത്, medical record officer. Okay, the MRO might be able to get back them later, but at that stage, the only opinion left for him to create a duplicate record with a similar number and with the all earlier ID number. This side la record in the same number, when the ID data is duplicate record create cheyunu. എന്നിട്ട് എന്താ ചെയ്യാ? The duplicate record should be kept by the MRO without filing. ഫയൽ ചെയ്യുന്നില്ല, ടെമ്പററി ആയിട്ട് ആര് കീപ്പ് ചെയ്ത് വെക്കും? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ കീപ്പ് ചെയ്തു. ആൻഡ് പ്രോംപ്റ്റ്ലി ഷുഡ് ട്രേസ് ഔട്ട് ഒറിജിനൽ റെക്കോർഡ്സ്. അതോടൊപ്പം തന്നെ ഒറിജിനൽ റെക്കോർഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് കമ്പൈൻ ഓൾ ദിസ് ഫോം ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഇൻ ടു ഒറിജിനൽ റെക്കോർഡ് ആൻഡ് ദെൻ ദ റെക്കോർഡ് മസ്റ്റ് ബി ഫൈൻഡ്. എന്നിട്ട് ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡും ഒറിജിനൽ റെക്കോർഡും പരസ്പരം മാനേജ് ചെയ്ത് എന്ത് ചെയ്യും? അത് രണ്ടും കൂടി ഒരുമിച്ച് ഫയൽ ചെയ്ത് സൂക്ഷിക്കും. ഇത്രയാണ് റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഓർഡർ ചെയ്ത് പ്രൊസീജിയറുകൾ ഇടാം. ക്ലിയർ ആണോ? സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു.